നമ്മളിന്ന് വെക്കാൻ പോണത് വാളമീൻ കറിയാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള വെളുത്തുള്ളി, സവോള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി നമുക്ക് നേരാക്കി എടുക്കാം. നമ്മുടെ പാലക്കാട് സൈഡ് വാളമീനാണ് ഇതിന് പറയുക. അപ്പം നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പക്ഷെ ഞാനിവിടെ അരിഞ്ഞെടുക്കണത്. ഞാനിപ്പോൾ 2 സവോള എടുത്തിട്ടുള്ളത്. നമുക്ക് മീനനുസരിച്ച് സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചും കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുക, ചട്ടി വയ്ക്കുക. ഓയിലാണെങ്കിൽ ഓയിൽ, എണ്ണയാണെങ്കിൽ എണ്ണ. നമുക്ക് വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കടുകും പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഞങ്ങൾ കടുകും ഉലുവ ഇട്ടിട്ടാണ് വയ്ക്കുക. ചിലവിടെ കടുക് ഇടത്തില്ല, ഉലുവ മാത്രമേ ഇടുള്ളൂ. ഞങ്ങൾ രണ്ടും ഇട്ടു. പിന്നെ സവാള ഇടാം. സവാളയുടെ മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ സവാള ഇട്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കറിക്കത്ര മണം ഉണ്ടാവില്ല. നമ്മൾ ഉള്ളി വഴറ്റിയ ശേഷം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി കറിക്ക് നല്ല മണം കിട്ടും. നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ പച്ചമുളക് ഇടുക. പിന്നെ ഇവർ രണ്ടുപേരും കൂടി മീൻ കറിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെയാണ് മീൻ കറി വയ്ക്കുമ്പോൾ. പിന്നെ ഇത് വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഇളക്കുക. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം നമുക്ക് മുളക് പൊടി. ഞങ്ങളിവിടെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എരിവ് അധികം ഇവിടെ ആരും കഴിക്കത്തില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടാറുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഇടുക. നന്നായി ഇളക്കിയെടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് 2 തക്കാളിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 2 തക്കാളി അരിഞ്ഞ് ഇതിനകത്തിടുക. നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ടൊന്ന് പിന്നെ നമുക്ക് ആവശ്യമുള്ള പുളി എടുക്കുക. നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് പുളി എടുക്കാം. എല്ലാവരും നമ്മളെവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിൽക്കും കോഴിയൊക്കെ. പിന്നെ ആ പുളിവെള്ളം നമുക്ക് അതിനകത്ത് ഒഴിക്കാം. കുറച്ച് കറുത്ത പുളി വേണം. അതാണ് പുളി കഴിഞ്ഞപ്പോൾ കറുത്ത കളറായിട്ടിരിക്കണം.
പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ആവശ്യമുള്ള ഉപ്പും അതിനകത്ത് ചേർക്കുക. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് മീൻ അതിലോട്ടിടാം. മീനൊക്കെ അതിലോട്ടിട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളയ്ക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി.